നമുക്ക് അതുപോലെ മാം ഇപ്പം ജർമ്മൻ ഭാഷ പഠിക്കുമ്പോൾ അതിന് ഇംഗ്ലീഷുമായിട്ട് കുറേ സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ? ലൈക്ക് ഇപ്പോൾ വൊക്കാബിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ആൽഫബറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. സോ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളല്ലേ, ഇപ്പം മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ പോലും 5ാം ക്ലാസ് തൊട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ കുട്ടികളും LKG തൊട്ട് ഇംഗ്ലീഷ് പഠിച്ചു വരുന്നവരാണ്, അല്ലെങ്കിൽ അതിന് മുമ്പ് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരാണ് സ്മാർട്ട് ഫോൺ അടക്കം. അപ്പോൾ ഇംഗ്ലീഷിൽ ഇത്രയും പ്രൊഫിഷ്യൻസി ഉള്ള സോക്കോൾഡ് പ്രൊഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എത്രത്തോളം ഈസിയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് കമ്പയർ ചെയ്യാം രണ്ട് ലാംഗ്വേജും തമ്മിൽ? ഓക്കെ, സോ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഇപ്പം ഇംഗ്ലീഷ് എത്ര കുറച്ച് നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്തായാലും അറിയായിരിക്കും. 26 ലെറ്റേഴ്സ് ഉണ്ട്, ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഡെഫിനറ്റ്ലി +2 വരെ പഠിച്ച സ്റ്റുഡൻറ്റ് ഏത് മലയാളം മീഡിയം എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അറിയാം. അതാണ് ഏറ്റവും ഹെൽപ്പിംഗ് ഫാക്ടർ. ബിക്കോസ് ജർമ്മൻ എന്ന് പറയുന്നത് പ്രൈമർലി ആ ഒരു 26 ലെറ്റേഴ്സ് പ്ലസ് ഒരു 4 എക്സ്ട്രാ ലെറ്റേഴ്സ് ആണ് ജർമ്മൻ ലാംഗ്വേജിൽ വരുന്നത്. ഇപ്പം നമ്മൾ പുതിയൊരു ഭാഷ, നമ്മൾ ഹിന്ദിയോ ഈവൻ മാൻഡ്രിൻ അങ്ങനത്തെ ലാംഗ്വേജസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പുതിയൊരു സ്ക്രിപ്റ്റ് ലിപി നമ്മൾ പഠിക്കണം. ഈവൻ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ നമ്മുടെ ലെറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. പക്ഷേ ജർമ്മന് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ഓൾറെഡി അറിയാമെങ്കിൽ നമ്മുടെ ABCD ആ ലെറ്റേഴ്സ് തന്നെയാണ് Z വരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഒരു 4 എക്സ്ട്രാ ലെറ്റേഴ്സും കൂടിയാണ് ജർമ്മന് വരുന്നത്. ചില ലെറ്റേഴ്സിന് ചെറിയ പ്രൊണൗൺസിയേഷൻ ഡിഫറൻസ് വരുന്നുണ്ട് കമ്പയർ ടു ഇംഗ്ലീഷ്. പക്ഷേ സ്റ്റിൽ ആസ് സംബഡി ഹു നോസ് ഓൾറെഡി നോസ് ഇംഗ്ലീഷ്, അത് കുറേയും കൂടി ഈസിയർ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ ഇത്രയും 52 ലെറ്റേഴ്സ് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് പുതിയൊരാൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല അത്ര ഈസി ആയിട്ടുള്ള കാര്യം. നമ്മുടെ പല ലെറ്റേഴ്സ് ഈവൻ നമ്മുടെ ഫസ്റ്റ് എഴുതാൻ തന്നെ പുതിയൊരാൾക്ക് മേ ബി ഡിഫിക്കൽട്ട്. എനിക്ക് എഴുതാൻ പറ്റുന്നു. അതിനൊരു കാര്യം ഞാൻ പറയും, ഇപ്പൊ നമുക്ക് മലയാളികളായിട്ടുള്ള നമ്മളോട് ഇപ്പൊ തമിഴ്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ്, തമിഴ് പഠിക്കാൻ വേണ്ടി പറഞ്ഞാല് നമ്മൾ ആദ്യം ആൽഫബറ്റ്സ് പഠിക്കണമല്ലോ, അത് എഴുതാൻ പഠിക്കണം, അതിന്റെ വ്യത്യാസങ്ങളൊക്കെ. അപ്പൊ അതിലും എളുപ്പമാണ് ഒരു മലയാളിക്ക് ജർമ്മൻ പഠിക്കുന്നത്. നമുക്ക് 26 ലെറ്റേഴ്സ് ഓൾറെഡി നമുക്ക് അറിയുന്നതോ നമ്മൾ യൂസ് അതിന്റെ വവൽസ് എന്താണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഈ എക്സ്ട്രാ 4 ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞല്ലോ, അതും എഗെയിൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മീനിങ് ഉള്ള കാര്യങ്ങളല്ല. അല്ല, ഡെഫിനറ്റ്ലി അല്ല. നമ്മളിപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ ചില ലെറ്റേഴ്സ് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് കണ്ടിട്ടുണ്ടാവും. അതാണ് ആക്ച്വലി അവരുടെ എക്സ്ട്രാ ലെറ്റേഴ്സ്. അതിന് ഉംലൗട്ട് എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ചില ലെറ്റേഴ്സ് വവൽ ലെറ്റേഴ്സിന് മുകളിൽ അവർ ആ ഒരു ഡോട്ട് ഇട്ട് ഒരു ഡിഫറെൻറ്റ് പ്രൊണൗൺസിയേഷൻ ആണ് വരുന്നത്. പ്ലസ് അവർക്കൊരു ഡബിൾ എസെറ്റ് എന്ന് പറഞ്ഞൊരു ലെറ്ററും കൂടെ അവർക്ക് വരുന്നുണ്ട്. ഇപ്പം ജർമ്മനിൽ ഒരു വേർഡ് ഉണ്ട്, ഗ്രോസ് എന്നൊരു വേർഡ് ഉണ്ട്. ഇറ്റ് മീൻസ് ബിഗ് അല്ലെങ്കിൽ ലാർജ് എന്നുള്ള മീനിങ് ആണ്. അതിൻ്റെ അവസാനം ആ ഒരു ലെറ്റർ ആണ് വരുന്നത്. ലൈക്ക് നമ്മൾ കുറച്ച് എസ് ഇരട്ടിച്ച് പറയുന്ന ആ ഒരു പ്രൊണൗൺസിയേഷൻ ഉള്ളൊരു ലെറ്ററാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് 4 ലെറ്റേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഷേപ്സോ അങ്ങനെയൊന്നും അല്ല, ജസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ചെറിയൊരു പ്രൊണൗൺസിയേഷൻ ഡിഫറൻസ് മാത്രമാണ് അതിലേക്ക് വരുന്നത്. മെമ്മറിനെ ഒന്നും വീണ്ടും ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ബൈ ഡിഫോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പൊ നമ്മൾ ചൈനീസ് ഭാഷയോ ജാപ്പാനീസ് ഭാഷയൊക്കെ പഠിക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കുക. നമ്മൾ ചിത്രം വരയ്ക്കാൻ പഠിക്കണം ആദ്യം, ആ ലിപികൾ പഠിക്കണമെങ്കിൽ. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് അറിയാത്ത ആരും എന്നെ കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ അറിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ 26 ആൽഫബറ്റ്സിൻ്റെ കൂടെ 4 എക്സ്ട്രാ ലെറ്റേഴ്സും കൂടെ ആഡ് ചെയ്താൽ ആർക്കും പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ജർമ്മൻ ഭാഷ. 2 വൊക്കാബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ റീസെൻ്റ്ലി നമ്മുടെ പൂനെയിൽ നിന്ന് വന്ന 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് അതുല്യോടും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അതുല്യ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഈവൻ തോ നമുക്ക് അറിയാത്തൊരു വേർഡാണ് ജർമ്മനിൽ നമ്മൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിലും അത് നമ്മൾ കേൾക്കുമ്പോൾ ഏകദേശം ഇംഗ്ലീഷുമായിട്ട് സിമിലാരിറ്റി ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മുടെ വെള്ളം എന്നുള്ള വാട്ടർ എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത്. അതിന്റെ ജർമ്മൻ ഇസ് വാസർ. വലിയ ഡിഫറൻസ് നമുക്ക് മേ ബി ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, ഡെഫിനറ്റ്ലി. അതേപോലെ തന്നെ ബ്രെഡ് എന്നുള്ള വേർഡ് ഇറ്റ്സ് ബ്രോട്ട് ഇൻ ജർമ്മൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു കോണ്ടെക്സ്റ്റ് വെച്ച്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് തുടക്കക്കാർക്ക് ഇപ്പം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടില്ല. ഇപ്പം നമ്മൾ വെള്ളം എന്ന് പറയുന്നതും വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അതെ. ഈവൻ ഹിന്ദിയിലാണെങ്കിൽ നമ്മൾ പാനി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫറെന്റ്. പക്ഷേ ജർമ്മനിൽ കുറേയും കൂടെ സിമിലർ ആണ്. നമുക്ക് കുറച്ചും കൂടെ കോണ്ടെക്സ്റ്റ് ഒക്കെ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് വൊക്കാബുലറി എന്ന് പറയുന്നത് ജർമ്മനിൽ. എഗെയിൻ ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ ആദിത്യയോടൊക്കെ സംസാരിച്ചപ്പം ആദ്യം എനിക്ക് ടിപ്പോട് പറഞ്ഞു, അതായത് വേർബ്സ് അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണമെന്ന് മനസ്സിലായാൽ നിങ്ങൾ ജർമ്മൻ ഗ്രാമർ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടുണ്ടാവുക മെയിൻലി ഒന്ന് മലയാളത്തിൻ്റെ ഗ്രാമറോട് പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും എത്രത്തോളം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട് എക്സാമിന് വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ജർമ്മൻ ഗ്രാമർ പഠിക്കുന്നത് അതിൻ്റെ ഒരു എങ്ങനെയാണ്, നമ്മൾ എഫേർട്ട് എങ്ങനെ വേണം, അത് നമുക്ക് നമ്മൾ പഠിച്ച ഈ ലാംഗ്വേജുകളുടെ ഗ്രാമറായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുമോ, അത് കംപ്ലീറ്റ്ലി നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ? ജർമ്മൻ ഗ്രാമറാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളൊരു പുതിയ ഭാഷ, ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും ഗ്രാമർ ഇസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ സ്റ്റിൽ ജർമ്മൻ ആകുമ്പോഴും എന്താ പറയുക, അതിൻ്റെ ഒരു നമ്മൾ ഇപ്പോൾ വേർബ് പ്ലേസ്മെന്റ് ഡിഫറെൻറ്റ് റൂൾസ് വരുന്നുണ്ട്. ഒരു വേർബ് എവിടെ പ്ലേസ് ചെയ്യണം, ഒരു സെന്റൻസ് എത്ര ലൈക്ക് സബ്ജക്റ്റിനൊക്കെ അനുസരിച്ച് വേർബ് എങ്ങോട്ട് മാറുന്നില്ല, അങ്ങനെ കുറേ റൂൾസ് ജർമ്മനിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുറച്ച്, ഇപ്പം ഞാൻ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ അവർ മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്രാമർ മേ ബി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ അവരെല്ലാവരും പറയുന്ന ഗ്രാമർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണ്. ഗ്രാമറും പ്ലസ് കുറച്ച് നല്ല വൊക്കാബുലറി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജ് അവർക്ക് യൂസ് ചെയ്യാൻ ഈസിയാണ്.
കുറേയും കൂടെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതെ അതെ, ഗ്രാമർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം റീസെന്റ് എക്സാം ക്രാക്ക് ചെയ്തവരോടൊക്കെ സംസാരിച്ചപ്പോഴും അവർ ആ ഒരു കാര്യം തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഗ്രാമർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, സംസാരിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും ഈസിയാണ്. നമ്മളൊരു റൂള് പഠിക്കുന്നു, നമ്മളത് അപ്ലൈ ചെയ്യുന്നു, അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് ഇപ്പം നമ്മൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ചെറുപ്പം കാലം മുതൽ നമ്മളിപ്പോൾ LKG പഠിക്കുമ്പോൾ നമ്മളാരും ഗ്രാമറിന്റെ റൂൾസ് വെച്ചല്ല പഠിച്ചത്. നമ്മളൊരു ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പഠിച്ചു പോകുന്നു. പക്ഷേ അതല്ലാതെ ഇപ്പോൾ ജർമ്മൻ പുതിയൊരു ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്, ഫ്രം സ്ക്രാച്ച് വേ സ്റ്റാർട്ടിങ്. അപ്പം അതിൻ്റെ റൂൾസ് അനുസരിച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി എന്നാണ് ക്രാക്ക് ചെയ്തവർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നോർത്തിലൊക്കെ പോയെന്ന് വിചാരിക്കുക. നോർത്തിൽ ഇപ്പോൾ പോയിട്ട് ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജ്, അതായത് മലയാളികളുടെ സെറ്റിൽമെന്റ് ഒന്നും ഇല്ലാത്ത ഇംഗ്ലീഷ് സംസാരിക്കാത്തൊരു സ്ഥലത്ത് പോയാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹിന്ദി സംസാരിക്കാൻ പഠിക്കുമല്ലോ, അല്ലെങ്കിൽ പഞ്ചാബാണ് പഞ്ചാബി സംസാരിക്കാൻ പഠിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ ഗ്രാമർ റൂളൊന്നും പറഞ്ഞു തന്നിട്ടല്ല നമ്മളത് പഠിക്കും. നമ്മൾ നാച്ചുറലായിട്ട് നമ്മളുടെ ഇപ്പോൾ പച്ചവെള്ളം കുടിക്കാൻ പോലും ഹിന്ദി ഇല്ല അല്ലെങ്കിൽ പഞ്ചാബി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും നമ്മളത് പഠിക്കുന്നുണ്ടാവുന്നത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജർമ്മൻ പഠിക്കുന്നതും സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് ഗോയിത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാം പാസ്സാവാൻ വേണ്ടി നമുക്ക് സാധിക്കത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഡൽഹിയിലൊക്കെ പോയി നിന്ന് നമ്മൾ ഹിന്ദി പഠിക്കുമ്പം നമ്മുടെ മലയാളം സ്ലാങ്ങും ആ ഹിന്ദി സ്ലാങ്ങും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഹിന്ദി പറയുന്നത്. പലപ്പോഴും നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ ഭാഷാസ്വാധീനമാണ് നമ്മളിലേക്ക് വരുന്നത്. ഒരുപക്ഷെ അത് പ്രോപ്പർ ഹിന്ദി ആയിരിക്കണമെന്നില്ല. ഓക്കെ, ഇന്നാളിൽ നമ്മുടെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഹിന്ദി വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ വന്ന് സംസാരിച്ചപ്പം അയാൾ പറയാം, നിങ്ങളൊന്നും സംസാരിക്കുന്ന ഹിന്ദി അല്ല. നമ്മള് ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഹിന്ദി സംസാരിക്കുകയാണ്. അപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ പഠിക്കണം. അതായത് നമുക്ക് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യണമല്ലോ. അതേ സമയത്ത് നമ്മൾ വൺസ് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജർമ്മൻ എന്ന് പറയുന്നതിന് ഇങ്ങനെയുള്ള ഗ്രാമർ ഒന്നും ആവശ്യമില്ല. നെസസിറ്റി ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ മലയാളം സംസാരിക്കുന്ന ഗ്രാമർ വെച്ചിട്ടല്ലല്ലോ സംസാരിക്കുന്നത്. നമ്മൾ പറയുന്നു, മറ്റൊരാൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഒരുപക്ഷെ ഗ്രാമറിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ അതിലുണ്ടാവാം. അതേ സമയത്ത് നമ്മൾ മലയാളം എഴുതുന്ന സമയത്ത് നമ്മൾ ഗ്രാമറിലാണ് എഴുതുന്നത്. അപ്പം ജർമ്മനി പോയാലും നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ജർമ്മൻ മീഡിയത്തിലാണെങ്കിൽ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ജർമ്മൻ ആവശ്യമുണ്ട്. അതേ സമയത്ത് ആളുകളോട് സംസാരിക്കാനും ഇടപെടാനും ഉള്ള ഒരു സ്പീക്കിംഗ് ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക് ഗ്രാമറിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. ഈ ഗ്രാമർ എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഷ പഠിക്കുന്ന തുടക്ക കാലഘട്ടത്തിലാണ് വളരെ പ്രാധാന്യമുള്ളത്. നമ്മൾ പഠിച്ചു കുറെ കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമറിൽ ഓട്ടോമാറ്റിക്കലി ഗ്രാമറിന്റെ തിയറി ഒന്നും നമുക്ക് അറിയില്ലെങ്കിലും ഗ്രാമർ കറക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. നമുക്കത് ലോജിക്കലായിട്ട് തോന്നും. നമ്മളിപ്പോ മലയാളത്തിൽ സംസാരിക്കുമ്പം ഞാൻ ഇന്നലെ വരും എന്ന് നമ്മൾ പറയില്ലല്ലോ, വന്നു എന്നല്ലേ പറയുള്ളൂ. അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസിൽ വേണം സംസാരിക്കാനൊന്നും ആലോചിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. നമുക്ക് അത് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ പ്രാക്ടീസും കൊണ്ടാണ് അങ്ങനെ ആവുന്നത്. അപ്പോൾ ഏതൊരു ഭാഷയിലും ഈ ഗ്രാമർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരും. നമ്മൾ കുറെ കൂടി അതിൽ എന്താ പറയുക ഡെപ്തിലേക്ക് പോകുമ്പോൾ. ഇപ്പം എനിക്ക് അടുത്തൊരു കൺസേൺ ഫീൽ ചെയ്തെന്താ വെച്ചാൽ, ഇപ്പം മലയാളം എന്ന് പറഞ്ഞൊരു ഭാഷ നമ്മൾ ഒരിക്കലും സ്കൂളിൽ പോയി പഠിച്ചൊരു ലാംഗ്വേജ് അല്ല. കാര്യം നമ്മുടെ മദർ ടങ് അതാണ്. നമ്മളിപ്പം സംസാരിക്കാൻ തുടങ്ങുന്ന മൊമെന്റ് തൊട്ട് മലയാളത്തിലാണ് നമ്മളുടെ ഇൻപുട്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത്, പേരൻസ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ആയിട്ടാണ് ആ ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ നേറ്റീവായിട്ട് ജർമ്മനിൽ ജനിക്കുന്ന ഒരു കുട്ടി അങ്ങനെ ആയിരിക്കും ജർമ്മൻ പഠിക്കുന്നുണ്ടാവുന്നത്. സ്കൂളിൽ ഒബ്വിയസ്ലി അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ഒരു മലയാളം ഒഫീഷ്യൽ അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജ് മദർ ടങ് ആയിട്ടുള്ള ഒരാൾ ജർമ്മൻ പോലത്തെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുള്ളിയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇന്നൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു അഭിരുചിയുടെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആവശ്യമുണ്ടോ? അത് ഇന്ന ആളുകൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കണം. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഇപ്പം എനിക്കിപ്പം +2 ഹിന്ദിക്ക് നല്ല മാർക്കുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് നല്ല മാർക്കുണ്ട്, മലയാളത്തിന് നല്ല മാർക്കുണ്ട് എന്നൊക്കെ വിചാരിക്കുക സ്കൂളിംഗ് എഡ്യൂക്കേഷനിൽ. ആ ഒരു റീസൺ വെച്ച് മാത്രം ഞാൻ ജർമ്മൻ ഭാഷ ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഇതിൻ്റെ അഭിരുചി എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? എനിക്കിത് പറ്റുമോ അല്ലെങ്കിൽ പഠിക്കണോ എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? രണ്ട് കാര്യങ്ങളാണ്. ഒരു ഭാഷ പഠിക്കാനായിട്ട്, ഒരു ഭാഷ എന്ന് പറയുന്നത് ആ ഭാഷ ഉപയോഗിക്കുന്ന ആളുകളുടെ കൾച്ചറിനെ പ്രദാനം ചെയ്യുന്നതാണ് ഭാഷ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ മാതൃഭാഷയാണ്. അപ്പം നമ്മുടെ മലയാളികളുടെ കൾച്ചറിനെയാണ് മലയാളം ഭാഷ പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ഭാഷയിൽ കൂടിയുണ്ട്. നമ്മുടെ ഇമോഷൻസ് എല്ലാ ഭാഷയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഒരു വിദ്യാർത്ഥി വിചാരിക്കുകയാണെങ്കിൽ ആ ജർമ്മൻ കൾച്ചറെ മെന്റലി അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം റെഡി ആവണം. അത് മനസ്സിലാക്കാനും അതിലേക്ക് ഇഷ്ടപ്പെടാനും അവിടുത്തെ അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഒന്നാമത്തെ കാര്യം അതാണ് ഒരു ഭാഷ പഠിക്കാൻ വേണ്ടി കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് റെഡി ആവണം. ഭാഷ കാണാതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഭാഷ എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. ആ സ്കില്ലെന്ന് പറയുന്നത്
തെറ്റിയാലും ശരിയായാലും വേറെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നമ്മൾ റെഡിയാകുമ്പോൾ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ഇതൊരു എക്സാമിന് കാണാതെ പഠിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് ആരും അപ്രോച്ച് ചെയ്ത് വരരുത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം ഇതിലുണ്ട്. അതായത് നമ്മൾ കുറെ കൂടി ഈ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ പൊതുവേ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ വായിച്ചു പഠിക്കുകയാണ് പല കാര്യങ്ങളും, പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിവ് ഉള്ളിലേക്ക് സംഗ്രഹിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതേ സമയത്ത് ജർമ്മൻകാർ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ അവർ എക്സാം നടത്തുന്നത് സ്കിൽ ബേസ്ഡ് ആയിട്ടാണ്. അതായത് ആ ഭാഷ പ്രയോഗിക്കാൻ നമുക്ക് അറിയുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അതായത് നമ്മൾ ജർമ്മൻ ഭാഷ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ഭാഷ നമുക്ക് സംസാരിക്കാൻ അറിയണം, എഴുതാൻ അറിയണം, വായിക്കാൻ അറിയണം, കേൾക്കാൻ അറിയണം. ഇതെല്ലാം നമുക്ക് കഴിവുണ്ടോ എന്നുള്ള എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ നീന്തലൊക്കെ പഠിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കും, നമ്മൾ തിയറിയാണ് നീന്തലിന്റെ പഠിക്കുന്നത് കൂടുതലും. നമ്മളൊക്കെ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീന്തൽ നമ്മുടെ നാട്ടിലൊരു സിലബസ് ആണെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം തിയറി ക്ലാസ്സിൽ ലാസ്റ്റ് പീരീഡ്, വെള്ളിയാഴ്ച ലാസ്റ്റ് പീരീഡ് മാത്രം സ്വിമ്മിംഗ് പൂളിൽ പോയി, അത് അന്ന് മാത്സിന് സാർ ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പഠിച്ച് നമ്മൾ പാസ്സാവും, ഡിഗ്രി ഒക്കെ എടുക്കും, PhD ഒക്കെ എടുക്കും. പക്ഷെ റിയൽ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്താൻ പറയുമ്പം ഈ കോളേജിലൊന്നും പോയി സ്വിമ്മിങ് പഠിക്കാത്ത ആളായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് അടിച്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ എനിക്കൊന്ന് നോളജ് വേഴ്സസ് സ്കില്ലിന്റെ ഒരു പ്രശ്നം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ എനിക്കിത് ഫീൽ ചെയ്തത് ഇപ്പം ജർമ്മന്റെ എക്സാമ്പിൾ മാത്രമല്ല സാർ. ഇപ്പം ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി +2 പഠിക്കുന്ന സമയത്ത് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് അടിച്ച് പഠിച്ച ഒരാളാണ്. എനിക്ക് തോന്നി 2 ഇയറിലും കൂടെ പഠിച്ചിട്ട് എനിക്ക് ആകെ 1 മാർക്കാണ് മിസ്സായിട്ടുള്ളത്. പക്ഷെ എന്നോട് ഇപ്പോൾ സാർ 5 മിനിറ്റ് ഹിന്ദി സംസാരിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഇപ്പം എന്നെ കേൾക്കുന്ന പല സ്റ്റുഡൻസിനും ഇപ്പം 200, 199, 198 മാർക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിക്ക് കിട്ടിയവരുണ്ടാവും. ഈവൻ ഫോർ ദാറ്റ് മാറ്റർ ഉറുദു, അറബിക്കൊക്കെ കിട്ടിയവരുണ്ടാവും. നിങ്ങൾ എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് ഒരാളോട് ഇത് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ കൺസേൺ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താ അറിയോ സാർ, ഇവിടെ നമ്മൾ എപ്പോഴും നോളജ് ഓറിയന്റഡ് എഡ്യൂക്കേഷൻ, ഈ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഞാൻ 6 സബ്ജക്ട് പഠിച്ചു +2, ഇപ്പം സയൻസ്, ഫിസിക്സ്, മാത്സ് ഒക്കെ പഠിച്ചു. അതിൽ ഈ 199 മാർക്ക് മറ്റേതിനൊക്കെ സ്കോർ എടുക്കുന്നതിൻ്റെ എത്രയോ 10% പോലും എഫേർട്ട് ഇടാണ്ടാണ് ആക്ച്വലി ഞാൻ ഇത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. കാര്യം എന്താ വെച്ചാൽ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ച് തിരിച്ച് 2 കഥ എഴുതി നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ നോളജാണ്, നമ്മൾ കുറേ കാര്യം കാണാതെ പഠിച്ച് എഴുതാൻ കിട്ടും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇനിയും നമ്മളുടെ ഒരു സിസ്റ്റം മാറാത്തത്? എന്തുകൊണ്ടാണ് സ്റ്റിൽ നമ്മൾ ഏത് ലാംഗ്വേജ് പഠിച്ചാലും നോളജ് ഓറിയന്റഡ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു? ജർമ്മൻ ഭാഷ പഠിക്കാനല്ല, ഇപ്പോൾ ഈവൻ OET, IELTS ഒക്കെ പഠിക്കാൻ വേണ്ടിയുള്ള മൈൻഡ് സെറ്റ് ഇതാണ്. ലൈക്ക് കാര്യം എനിക്ക് ഇംഗ്ലീഷിന് മാർക്കുണ്ട്, പക്ഷെ അവർ OET അല്ല, IELTS അല്ല, ജർമ്മൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഫെയിൽ ആവുന്നു. അപ്പം ശരിക്കും നമ്മളൊരു ഗവൺമെന്റൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓൾ ടുഗെദർ സിസ്റ്റം മാറേണ്ട ഒരു ടൈം ആയിട്ടില്ലേ സാർ? നമ്മുടെ സിസ്റ്റം മാറി വരുന്നുണ്ട് കുറേയൊക്കെ. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിൽ ഡിഗ്രി പാസ്സായ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ധാരാളം ആളുകളുണ്ട്, പക്ഷെ റിയൽ ആയിട്ടുള്ള ജോബ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകളില്ല. അതായത് എംപ്ലോയ്മെന്റ് ധാരാളം അവസരങ്ങളുണ്ട്, പല കമ്പനികൾക്കും പല സ്ഥാപനങ്ങൾക്കും ആളുകളെ കിട്ടുന്നില്ല, ഭയങ്കര ഷോർട്ടേജ് ഉണ്ട്. അതേ സമയത്ത് തൊഴിലില്ലാത്ത ഒരുപാട് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ സമൂഹത്തിലുണ്ട്. അപ്പൊ എന്താണ് ഈ ഗ്യാപ്പ് എന്ന് ചോദിച്ചാൽ ഈ സ്കില്ലിന്റെ ഗ്യാപ്പാണ്. നോളജ് ഉണ്ട്, സ്കില്ലില്ല. നോളജ് ഉണ്ട്, സ്കില്ലില്ല. അതായത് നമ്മളിപ്പോ എഞ്ചിനീയറിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് അതിന്റെ എല്ലാ തിയററ്റിക്കൽ ആസ്പെക്ട്സും എല്ലാം അറിയാം. എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് ഡെവലപ്പ് ചെയ്തു വന്നത്, അതിലെന്തൊക്കെയാണ്, ഇങ്ങനെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യം. പക്ഷെ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി അത് ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. അപ്പോൾ അത് ഗവൺമെന്റ് ഇപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഇന്നോവേറ്റബിൾ ആണ്, മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ജർമ്മൻ ഭാഷ മറ്റു ഭാഷകളിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലാക്കാൻ വേണ്ടി 2-3 കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാവർക്കും പറ്റും. ഒന്ന്, ജർമ്മൻ ഭാഷയുടെ ലിപി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ ലിപി തന്നെയാണ്. ഇംഗ്ലീഷ് അറിയാവുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജർമ്മൻ ഭാഷ അതുകൊണ്ട് തന്നെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. മലയാളിയായിട്ടുള്ള ഒരാൾ തമിഴോ കന്നഡയോ ഹിന്ദിയോ മറ്റു ഭാഷകൾ പഠിക്കുമ്പോൾ പുതിയതായിട്ട് ലിപികൾ പഠിക്കേണ്ടതുണ്ട്. ജർമ്മൻ ഭാഷ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന മലയാളിക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. 2, ഇംഗ്ലീഷ് ഭാഷയുടെ സിമിലർ ആയിട്ടുള്ളൊരു ഭാഷയാണ് ജർമ്മൻ ലാംഗ്വേജ്. ഒട്ടനവധി വാക്കുകളുടെ പ്രൊനൗൺസിയേഷനും അതുപോലെ തന്നെ മീനിങ്ങും എല്ലാം ഇംഗ്ലീഷിനോട് സിമിലറാണ്. അപ്പം ഇംഗ്ലീഷ് അറിയാവുന്ന മലയാളികൾക്ക് മറ്റ് ഏതൊരു ഭാഷ പഠിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ഒരു സംസാരത്തിൻ്റെ ഒരു സമ്മപ്പായിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമെന്ന് തോന്നുന്നു. EduFlair, education driven by passion.